അല്ല, വാരിക്കോരിയിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷ നടത്തുന്നത് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അതിനൊരു പ്രോസസ്സുണ്ട്. അധ്യാപകരുടെ കൂട്ടായ്മ, അതിന് ചോദ്യപേപ്പർ രൂപം കൊള്ളുന്നു, അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പ്രിന്റ് ചെയ്യുന്നു, അതിനുശേഷം ട്രഷറിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒരു ബുദ്ധിമുട്ട് വേറെ ആർക്കും ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു പോകാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ആ ചോദ്യപേപ്പറാണ് കുട്ടികൾ ആൻസർ ചെയ്യുന്നത്. അത് മാത്രമല്ല, വാല്യുവേഷൻ കേന്ദ്രങ്ങളിലും വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർമാർക്കുപരി ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 2-3 ലെയറിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ എഴുതിയ മാർക്കിന് തന്നെയാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് അത് വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും സമ്മതിച്ചാൽ. എന്താ അതെ, അങ്ങനെയൊന്നുമില്ല. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പലതും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം തന്നെ ശരിയാണെന്ന് പരിശോധിച്ചിട്ടില്ലല്ലോ. അല്ല, അത് പരിശോധിക്കാം, അത് പരിശോധിക്കാം. അല്ലെ, മെല്ലെ മെല്ലെ നമുക്ക് കാര്യം കുറച്ചുകൂടെ മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് മിനിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെടൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. ഞാൻ വായിച്ചില്ല കണക്കെല്ലാം. ഇപ്പൊ ഈ 20 മാർക്ക് എന്തായാലും ടീച്ചറിന് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ 8-10 മാർക്കിന്റെ ഉത്തരം എഴുതിയാൽ ജയിക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം. ഹയർ സെക്കൻഡറിയിൽ ആ സാഹചര്യം അല്ല ഉള്ളത്, സബ്ജക്ട് മിനിമം ഉണ്ട്. അപ്പൊ അതൊരു പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അവസരത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരോടും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രഖ്യാപനം ഞാൻ നടത്തുന്നില്ല. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കാം, എല്ലാവരും അഭിപ്രായം തേടിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അല്ല, അത് പറയാൻ പറ്റില്ല. നമുക്കത് എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അധ്യാപക സംഘടന നേതാക്കന്മാരിൽ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവരൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അത് നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് ആ അഭിപ്രായം ഇല്ല. അത് ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?